അങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷെ ഇവർ ഇമോഷണലി ഒബ്സർവ് ആവുന്നത് മറ്റു പല രാഷ്ട്രീയ അവരെല്ലാം പ്രണയഭാവന ശുക്രനോടല്ല ഇതുവരെ അത് വിജയമായിട്ട് കണക്ട് ആവുകയാണെങ്കിൽ അവർ ഒബ്സർവ് ആവുന്നത് കണ്ടിട്ടുണ്ട്. അതൊക്കെ മറ്റു രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ട് അടുപ്പിച്ച് പഠിച്ചു പോകണം. അതുപോലെ ഇവർ ഇമോഷണലി കണക്ട് ആവുമ്പോൾ സ്വാഭാവികമായിട്ട് ഇന്ത്യനായിട്ടുള്ള ഒരു ബോണ്ടിങ്ങിലേക്ക് എത്തുന്നു. ഒരു സെക്സ്വാലിറ്റിയുടെ ഒരു ഡയലോഗ് നോർമലായിട്ട് വരാം. അത് അങ്ങനെ മനുഷ്യൻ തന്നെയാണ്. അതുകൊണ്ട് ഇവരുടെ ഒരു ശൈലികളിലൊക്കെ ഒരു സദാചാരത്തിന്റെ ഒരു മുഖമൂടികളൊക്കെ മാറ്റി വെച്ചിട്ട് ഇവരുടെ വ്യക്തം ചെന്നഭാഗമാണ്. അതായത് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഭാഗങ്ങൾ, ഒരുപാട് രഹസ്യങ്ങൾ ഇവർക്ക് വേറെ നോക്കം ഉണ്ടാവും എന്നുള്ളത് കൂടി നിരീക്ഷിക്കുന്നതാണ്, പഠിക്കുന്നതാണ്. എല്ലാ ജീവജാലങ്ങൾക്കും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പലതും പല കഴിവുകളും അതുപോലെ തന്നെ ദൈവം തെരഞ്ഞെടുപ്പിച്ച് കൊടുത്തിട്ടുള്ളതാണ് വിഷം. ജന്മഭാവ അണിരാശിയായതുകൊണ്ട് സ്വയം കൃത അനർത്ഥ രാശിയായതുകൊണ്ട് ഈ ഷാഡോ തൈലത്തിൽ ഒരു ലക്ഷ്യം കർമ്മത്തിലുള്ള ഒരു പ്രസ്തി നീക്കുക നോളജ് ബുദ്ധിയും ഉപയോഗിച്ച് ചുറ്റുപാട് നിൽക്കുന്നവരെ നിസ്സാരരായി മാറ്റിക്കൊണ്ട് സ്വയം ജീവിതത്തിൽ വളർന്നു കയറാൻ കഴിയുന്നത്. അത് റോക്ക് വഴിയിലൂടെ തിരിഞ്ഞ് ഉള്ള വഴിയിലൂടെ രക്ഷപ്പെടുന്നത് മുന്നോട്ട് പോകുമ്പോൾ ഒരു വ്യക്തിരാശിക്കാരന് അൾട്ടിമേറ്റ് ആയിട്ടുള്ള പവറിനോടുള്ള ആഗ്രഹം, അവന്റെ പണത്തിനോടുള്ള ആഗ്രഹം, അവന്റെ സെക്ഷുവാലിറ്റിയോടുള്ള ആഗ്രഹം, ഈ മൂന്ന് അവൻ എത്ര അനുഭവിച്ചാലും ഇത് ചെയ്യുന്ന പ്രവർത്തികളിൽ നിന്ന് ഇതിലൊന്നും തൃപ്തി വരാതെ സ്വന്തം വാലിനെ വിഷം കിട്ടി സ്വയം നയിക്കുന്ന എതിരത്ത അവസ്ഥയിലേക്ക് വിഷം നിൽക്കുന്ന തന്റെ പ്രവർത്തികൊണ്ട് സ്വയം നശിച്ച് സ്വയംകൃത അനർത്ഥം, സ്വന്തമായ അനർത്ഥം വരുത്തിവെച്ച് ജീവിതത്തിന്റെ വൻ പരാജയങ്ങളിലേക്ക് വീഴ്ചിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഷാഡോ സൈന്യത്തിൽ മനസ്സിലാക്കിയാണ് സ്ഥാപനങ്ങളൊക്കെ ചെയ്ത് ജീവിതത്തിൽ പഠിക്കാൻ കഴിവുള്ളവരാണ്, മിസ്റ്റിക്കലായിട്ടുള്ള ആൾക്കാരാണ്, ഇമോഷണലി ഹൈ പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പം അവരുടെ സ്വയം റിപ്പീറ്റ് ചെയ്ത് മനനം ചെയ്ത് കേറി വരേണ്ടത് വന്നാൽ മനസമാധാനവും സന്തോഷവും ഉണ്ടാവും. ഇത്രയൊക്കെയാണ് മുസ്ലിം രാഷ്ട്രീയത്തെ കുറിച്ച് പറയാനുള്ളത്. ഒരുപാട് പോസ്റ്റുകൾ പറയും, കുറച്ച് ഷാഡോ സൈഡ് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തി മുന്നോട്ട് പോകാൻ ജീവിതം സന്തോഷമുള്ളവരായി ചെയ്യാൻ സാധിക്കും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് രാഷ്ട്രീയത്തെ കുറിച്ച് പഠിക്കും സാധിച്ചതാണ് നന്നായിട്ട് മനസ്സിലാക്കുകയും ചെയ്യും. രാശിചക്രത്തിലെ 9ാമത്തെ രാശി, അതായത് കാലപുരുഷന്റെ ആദ്യ ഭാവം എന്ന് പറയുന്ന രാശി 240 ഡിഗ്രി മുതൽ 270 ഡിഗ്രി വരെ കിടക്കുന്ന മനോഹരമായിട്ടുള്ള രാശി. അശ്വവും ഈ കുലത്തിൽ നിൽക്കുന്ന മനുഷ്യൻ പകുതി കുതിരയാണ്. കുതിരയിൽ നിന്നും മുകളിലേക്ക് ഈ കുലത്തിൽ നിൽക്കുന്ന മനുഷ്യൻ അത് പുറമോട്ടാണ് കൊടുത്ത് നിൽക്കുന്നത്. ഗുരുവിന്റെ മൂലപ്രകോണ രാശിയാണ്. ആദ്യത്തെ 10 ഡിഗ്രി എന്ന് പറയുന്നത് മൂലപ്രകോണവും അതിനുശേഷം പിന്നുള്ള 20 ഡിഗ്രി രാശികളെല്ലാം 20 ഡിഗ്രി സക്ഷേപമായിട്ട് വർക്ക് ചെയ്യും. മൂലം പുരാണത്തിന്റെ ആദ്യ പാഠം ചെയ്യുന്നതാണ് ഈ രാശി. അഡ്വഞ്ചറസ് ആയിട്ടുള്ള രാശി, ഗംഭീരമായിട്ട് പേഴ്സണൽ പ്രിവിലത്തെ ഇഷ്ടപ്പെടുന്ന രാശി, സ്പിരിച്വാലിറ്റിയെ ഇഷ്ടപ്പെടുന്ന
സ്വാധീനത്തെയും ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന അല്ലെങ്കിൽ അനുഭവവേദ്യമാകുന്ന ആൾക്കാർ ഇരിക്കുന്ന രാശി വ്യക്തമായിട്ട് വരുന്നവർക്കാണ് ഫലം കൂടുതലായിട്ട് വരുന്നത്. ഇതിൽ മൂന്ന് പുരാണ ഉത്രാടത്തിന്റെ ആദ്യപാദക്കാരെ എടുക്കരുത്. ഇത് വ്യക്തമായിട്ട് വരുന്നത് പൊതുവെ ഈ ഫലം വരും ആളും കൂടെ ബലപ്പെട്ടാണ്. ഒരേ രാശിയാണ്, ചെലവ് നല്ല സ്ഥിരവുമല്ലാതെ എത്ര വേണമെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കാവുന്ന രാശിയാണ്. ഫലമാണ് അഗ്നിരാശിയാണിത്. ഒമ്പതാം ഭാവത്തിന്റെ വീഡിയോ പറയുന്നിടത്ത് പോയിട്ട് നമ്മുടെ പ്ലേലിസ്റ്റുകൾ പരിശോധിക്കുമ്പോൾ പ്ലേലിസ്റ്റുകളിൽ ഭാവത്തിന്റെയും ഒമ്പതാം ഭാവത്തിന്റെ വീഡിയോ പറയുന്നത് മൊത്തം കേൾക്കാം. ഒമ്പതാം ഭാവത്തിന് പറയുന്ന എല്ലാ പ്രവൃത്തികളും ഇണങ്ങുന്ന രാശിയാണ് കന്യാരാശി. സ്വഭാവം രണ്ട് തരത്തിലുള്ള സ്വഭാവം, വളരെ സാത്വികമായിട്ടും കാര്യങ്ങളെ ജീവിക്കാൻ കഴിയുന്ന രീതിയിൽ, മറ്റൊരു സൈഡിൽ വളരെ അഡ്ജസ്റ്ററായിട്ടുള്ള ഒരു നേച്ചറുള്ള ആൾക്കാർ, ഒരുപാട് ഫിലോസഫികൾ സംസാരിക്കുന്ന ആൾക്കാർ, അന്വേഷിക്കുന്ന ആൾക്കാർ, ഫിലോസഫികൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, ഫാദർ എന്നാണ് ഒമ്പതാം ഭാവം. അതായത് ഫാദർലി നേച്ചർ ഉള്ള രാശിയാണ്. അല്ലെങ്കിൽ ഫാദർലി നേച്ചർ ഉള്ള ആൾക്കാരാണ്. കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് ചെയ്യാനുള്ള ഒരു കഴിവുള്ളവരാണ്. ആത്മവിശ്വാസം, വളരെ എനർജറ്റിക്കായിട്ട് കാര്യങ്ങളെ ഏറ്റെടുത്ത് ചെയ്യാനുള്ള കഴിവ്, അതുപോലെ തന്നെ പ്രിയത്തോട് ഒരുപാട് താല്പര്യമുള്ളത്, ഒരു ജിദ്ദികളുടെ ഒരുപാട് സ്വതന്ത്രമായിട്ട് നടക്കാനുള്ള ഇഷ്ടം, അതുപോലെ തന്നെ കഷ്ടം ഇതിൽ നിന്ന് മാറി സഞ്ചരിക്കാനൊക്കെയുള്ള, അതായത് എക്സ്പ്ലോറിംഗ് ഹ്യൂമൻ കൾച്ചർ, അതായത് കൾച്ചർ ഉണ്ടാവും ഇവരുടെ കൾച്ചറിനൊക്കെ ഒരു താല്പര്യമാണ്. പക്ഷെ അതിൽ നിന്നും ഒരു കുറച്ച് എക്സ്ട്രീമായിട്ട് അല്ലെങ്കിൽ ഹ്യൂമനായിട്ട് സാധാരണ കാണുന്നതിൽ നിന്ന് മുകളിലേക്ക് സഞ്ചരിക്കാനുള്ള ഒരു ഇഷ്ടം. അതേസമയം തന്നെ ഇത് വളരെ ഫിലോസഫിയും, അതായത് ഒരു ഫിലോസഫി നേച്ചർ ഉള്ളവരായിരിക്കും വരും. അതേപോലെ തന്നെ ഈ രാശിക്കാർക്ക് വ്യാഴം ബലപ്പെട്ടാൽ 5 മുഴുവൻ ചുരുക്കപ്പെടുവാനുള്ളതൊക്കെ വാങ്ങിക്കുകയൊക്കെ ചെയ്താൽ ഉറപ്പിച്ച് തിരിച്ചതായിരിക്കും, ഉറപ്പാണ്. പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു രാശികളാണ് അരിച്ചത്. കാരണം എൻ്റെ ജീവിതത്തിൽ ഈ ജന്മത്തിൽ എൻ്റെ നല്ല സുഹൃത്തുക്കളാണ് അതിന്നും നിലനിൽക്കുന്ന വളരെ ചുരുക്കം ചില ആൾക്കാരുണ്ട്. ഒരിക്കലും മറക്കാനാകാത്ത വളരെ വേണ്ടപ്പെട്ട ചിലർ അവരുടെ സുഹൃത്തുക്കളായാലും ഈ ജന്മത്തിൽ അവരെനിക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞു അല്ലെങ്കിൽ അവരോടൊപ്പം ജീവിക്കാൻ കഴിയുന്നു എന്നുള്ളത് ഏറ്റവും വലിയ ഭാഗ്യം. അങ്ങനെയുള്ള 2-3 പേര് ജനിച്ച രാശിയാണ്, ജനിച്ചവരുടെ ലക്ഷ്യം ഈ രാശിയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ പേഴ്സണലി വളരെ കേവലം 3 പേർക്ക് ഒരേ വഴിയും പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. വളരെ സ്പിരിച്വലാണത്, പക്ഷെ പുറമെ കാണത്തില്ല. വളരെ എന്നറിയാം സ്പിരിച്വൽ നല്ല ആൾക്കാരാണ്, പക്ഷെ കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യാനുള്ള കഴിവ്, വളരെ അഡ്ജസ്റ്ററായിട്ടുള്ള യാത്ര ചെയ്യാനുള്ള സുഖം ശക്തമായിട്ട് ഇവര് ഈ രാശിക്കാരെ നന്നായി തമാശ പറയും, അവരെ പറ്റി നന്നായി ആസ്വദിക്കും. അതൊരു സംശയമില്ല. അതുപോലെ ഇവർക്ക് അനുസരിച്ച് വലിയ പ്രവർത്തനങ്ങൾ വിഷമങ്ങൾ വളരെ ചെറുതാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ആർച്ചറി, അതായത് വലിയ കുഴച്ച് നിൽക്കുന്നതാണ്. കുതിരയാണ് ഓടിക്കൊണ്ടിരിക്കുകയാണ്, ഫൈറ്റ് ചെയ്തിട്ടിരിക്കണം. ആ കുതിരയുടെ പുറകിൽ നിന്നോട്ട് കുഴച്ച് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഒരു ആർച്ചറിനെ സംബന്ധിച്ചിടത്തോളം, ഒരു യോദ്ധാവിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിഷമങ്ങൾ മനുഷ്യനും അവന് ആ വിഷമം കുറച്ചു നേരം മതി, അതിനുശേഷം ജീവിതത്തെ കുരുതാനായിട്ട് കയറും. അതുതന്നെയാണ് ഇതൊരു പ്രധാനമായിട്ട് കണ്ടിട്ടുള്ള ഒരു കാര്യം. ഓക്കെ, കഴിഞ്ഞു, മുന്നോട്ട് പോവാം എന്നുള്ള ഒരു രീതിയിൽ മറ്റുള്ളവർക്ക് നമ്മൾ സമാധാനം ഇവരെ കണ്ട് നമ്മൾ സമാധാനിച്ചു. വലിയ പ്രശ്നങ്ങളായിട്ട് പോകുമ്പോൾ നമ്മളെ വലിയ പ്രശ്നങ്ങളിലേക്ക്